ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ, ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേസ് ന്യൂട്രൽ, അതായത് റൂമിലേക്ക് വരുന്ന ഫുൾ ഡീറ്റെയിൽ, അതായത് ഫുൾ കണക്ഷൻസ് കാര്യങ്ങൾ, അതുപോലെ സർക്യൂട്ട് കാര്യങ്ങൾ എങ്ങനെ വരുന്നു, അത് ഫുൾ ഡീറ്റെയിൽ എത്തിയതിന് ശേഷം ബാക്കിയുള്ള സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന വീഡിയോസാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കണക്ഷൻസും സർക്യൂട്ടും കാര്യങ്ങളൊക്കെയാണ്. ആദ്യമേ തന്നെ 3 ഫേസ് ഡി ബിയിൽ നിന്ന് സിംഗിൾ ഫേസ് ഡി ബിയിൽ നിന്ന് നമ്മുടെ റൂമുകളിലേക്ക്, ഏത് റൂമിലാണോ വരുന്നത് അവിടേക്ക് വരുന്ന മെയിൻ വരുന്ന സർക്യൂട്ടുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ആദ്യമേ തന്നെ എൻട്രൻസിലേക്ക് വരുന്നത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, ഇൻവെർട്ടർ. മാസ്റ്റർ ആവശ്യം നമുക്ക് നമ്മുടെ റൂമിൻ്റെ എൻട്രൻസിലേക്ക് ആവശ്യമില്ല, അത് ബെഡ് സ്വിച്ചിൻ്റെ ഏരിയയിലേക്ക് പോയാൽ മതി. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന പോലെ 2 വേ സ്വിച്ച്. ഈ 2 വേ സ്വിച്ചാണ് നമ്മുടെ എൻട്രൻസിൽ നിന്നും ബെഡ് സ്വിച്ചിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫാനും ലൈറ്റുമാണ് ഈ 2 വേ സ്വിച്ചിൽ കൊടുത്തിരിക്കുന്നത്. അത് രണ്ടായിട്ട് ഇങ്ങനെ ടേപ്പ് അടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ചുവപ്പ് രണ്ടെണ്ണമായിട്ട് അടിച്ചിരിക്കുന്നു, നീല ഇതുപോലെ രണ്ടായിട്ട് അടിച്ചിരിക്കുന്നു. ഇതേ ലെവലിൽ തന്നെയാണ് നമ്മുടെ ബെഡ് സ്വിച്ചിലുള്ളത്. ബെഡ് സ്വിച്ച് വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇനി വരുന്നതെന്ന് വെച്ചാൽ ഡി ബിയിൽ നിന്ന് വന്നിരിക്കുന്ന ഫേസ്, ന്യൂട്രൽ, എർത്താണ്. ഇത് ആദ്യമേ തന്നെ ഡി ബിയുടെ തൊട്ടടുത്ത് ഒരു പവർ പ്ലഗ് അല്ലെങ്കിൽ സാധാ ഒരു എക്സ്ട്രാ പ്ലഗ് ആയതുകൊണ്ട് നമ്മൾ അവിടേക്കാണ് ഡി ബിയിൽ നിന്നും ഡയറക്റ്റായിട്ട് വലിച്ചിട്ടിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ 2.5ൻ്റെ റെഡ് കാണുന്നത് ഫേസ്, ന്യൂട്രൽ കാണുന്നത് ബ്ലാക്ക്, ഗ്രീൻ കാണുന്നത് എർത്ത്, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ 1.5 മഞ്ഞ കാണുന്നത്, യെല്ലോ കാണുന്നത് ഇൻവെർട്ടർ സെക്ഷൻ. നമുക്ക് വേണമെങ്കിൽ ഒരു സിസ്റ്റോ കാര്യങ്ങളൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻവെർട്ടർ യൂസ് ചെയ്യാൻ UPS മോഡൽ സിസ്റ്റം യൂസ് ചെയ്യുന്നതിന് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് എക്സ്ട്രാ പ്ലഗിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്നുമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എൻട്രൻസിൻ്റെ ഏരിയയിലേക്ക് പോകുന്നത്. അതായത് കറക്റ്റായിട്ട് കളർ കോഡിങ് വയർ നമുക്ക് ഇല്ലെങ്കിലും നമുക്ക് ഇതേപോലെ ടേപ്പ് അടിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കാം. മഞ്ഞ വയറുമ്പോൾ ബ്ലാക്ക് അടിച്ചിട്ടേക്കുന്നത് ന്യൂട്രലായിട്ട് കണക്കൂട്ടും, ഫേസ്, ന്യൂട്രൽ, എർത്ത്, അങ്ങനെ നമുക്ക് ടേപ്പ് അടിച്ച് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ എൻട്രൻസിൻ്റെ ഏരിയയിലേക്കാണ് വരുന്നത്. എൻട്രൻസിൽ നേരെ വന്നതിന് ശേഷം നമ്മുടെ ബെഡ് സ്വിച്ചിലേക്കാണ് വരുന്നത്. ബെഡ് സ്വിച്ചിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിനായിട്ട് വരുന്നത് 2 2 വേ സ്വിച്ചുകളാണ് വരുന്നത്. ആ 2 2 വേ സ്വിച്ച് നമ്മളീ കൊടുത്തിരിക്കുന്നത് 2 2 വേ സ്വിച്ചുകൾ. അതിൻ്റെ ലീഡുകൾ 2 നമ്മളിവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഫേസ് 2 നമ്മൾ ഏറ്റവും ആദ്യം, അതായത് 2 വേ സ്വിച്ചിൻ്റെ ഫേസ് ഏറ്റവും ആദ്യം എൻട്രൻസ് സ്വിച്ച് കൊടുത്തു. പിന്നെ ഈ 2 ലൈറ്റിൻ്റെ, ഒരു ലൈറ്റിൻ്റെ ഒരു ഫാൻ്റെ ലീഡ് നമ്മളിവിടെയാണ് കൊടുത്തിരിക്കുന്നത്, 2 വേ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് വരുന്ന സർക്യൂട്ട് ഫേസ്, ന്യൂട്രൽ, എർത്ത്. അതുപോലെ തന്നെ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ AC സർക്യൂട്ട് വരുന്നുണ്ട്. ACയുടെ സർക്യൂട്ട് സെപ്പറേറ്റ് 2.5 വരുന്നതിൽ ഈ 4ൻ്റെ വയർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2 ഒരു മഞ്ഞയും കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. അതായത് ഇത് മെയിൻ സർക്യൂട്ടാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ACയുടെ സർക്യൂട്ടിൻ്റെ 2.5ൻ്റെ അല്ലെങ്കിൽ 4ൻ്റെ സർക്യൂട്ട് വരുന്നുണ്ട്. അതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ACയുടെ ഔട്ടും ഇവിടെ തന്നെ വരുന്നുണ്ട്. ACയുടെ ഔട്ടും നമ്മളിവിടെ വരുന്നുണ്ട്. പിന്നെ വരുന്നത് വെച്ചാൽ ഫേസ്, ന്യൂട്രൽ, എർത്ത്. ഇത്രയാണ് നമ്മുടെ എൻട്രൻസിലും മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ റൂമിലേക്ക് വരുന്നത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ. അത് നമ്മുടെ മാസ്റ്ററിൻ്റെ സർക്യൂട്ട് നമ്മുടെ ബെഡ് സ്വിച്ചിൻ്റെ ഏരിയയിലേക്ക് മാത്രം വന്നാൽ മതി. കാരണം ബെഡ് സ്വിച്ച് നമ്മൾ ബെഡ് സ്വിച്ചിൻ്റെ ഏരിയയിലാണ് നമ്മൾ മാസ്റ്റർ സ്വിച്ച് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻട്രൻസിലേക്ക് പോകേണ്ട കാര്യമില്ല. എൻട്രൻസിൻ്റെ ഏരിയയിൽ ഫേസ്, ന്യൂട്രൽ, എർത്ത്, ഇൻവെർട്ടർ, ഇത്രയും സെക്ഷൻ ചെന്നാൽ മതി. അതുപോലെ തന്നെ അതിൽ നിന്ന് എൻട്രൻസിൽ നിന്ന് വരുന്ന 2 വേ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ബെഡ് സ്വിച്ചിലേക്കാണ് വരുന്നത്. ബെഡ് സ്വിച്ചിൽ നമ്മുടെ AC വരുന്നുണ്ട്, മാസ്റ്റർ വരുന്നുണ്ട്, പ്ലഗ് സ്വിച്ചുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ ഫുള്ളായിട്ട് കണക്ഷൻസ് നമ്മുടെ ബെഡ് സ്വിച്ചിലേക്ക് വേണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.